നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നലെയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പരാജയപ്പെട്ട ഘട്ടത്തിൽ എറിക് ടെൻ ഹാഗ് ഒരു കാര്യം പറയുന്നുണ്ട്. ടീമിൻ്റെ മെയിൻ ഇഷ്യൂ എന്താണ്? ആ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അത് ജനുവരിയോടുകൂടി പരിഹരിക്കപ്പെടും, കാര്യങ്ങളൊക്കെ മാറി മറിയും എന്നാണ് ഇപ്പോൾ എറിക് ടെൻ ഹാഗ് പറയുന്നത്. ഇന്നലെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനോട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോറ്റ ശേഷം അവരുടെ പരിശീലകൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോകാം. സ്കൈ സ്പോർട്സിനോട് അദ്ദേഹം പറയുന്നു, മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് പരിക്കാണ്, ഇഞ്ചുറീസാണ്. അതുപോലെ മറ്റു ചില പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ ഇഞ്ചുറിയാണ് മെയിൻലി ഞങ്ങളെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ജനുവരിയിൽ ഒരുപാട് താരങ്ങൾ തിരിച്ചു വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ലെവലൊന്ന് ഉയർത്തും. ഡിഫറെൻ്റ് പാർട്ട്ണർഷിപ്പുകൾ തിരികെ വരാനുണ്ട്. എന്തായാലും ഇതൊന്നും ആരാധകർക്ക് കേൾക്കേണ്ട കാര്യമല്ല. അവർക്ക് ഞങ്ങൾ വിജയിക്കുകയാണ് വേണ്ടത്, അതാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി നൽകേണ്ടത് എന്നുകൂടി ഇപ്പോൾ എറിക് ടെൻ ഹാഗ് പറയുന്നുണ്ട്. ശരിയാണ്, ഒരുപാട് പരിക്ക് അവരുടെ ടീമിനെ വലക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ റാസ്മസ് ഹോയ്ലൻഡിന് ഇൽനെസ് കാരണം കളിക്കാൻ കഴിയാതെ വന്നു. അദ്ദേഹം പ്രീമിയർ ലീഗിലെ തൻ്റെ ആദ്യ ഗോളൊക്കെ അടിച്ച് നിൽക്കുന്ന ഘട്ടമായിരുന്നു. പക്ഷേ ഇൽനെസ് കാരണം അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ല. കൂടാതെ ആൻ്റണി മാർഷ്യലിന് കളിക്കാൻ പറ്റിയില്ല. പിന്നെ പരിക്കേറ്റവരുടെ കാര്യമാണെങ്കിൽ ലിസാൻഡ്രോ മാർട്ടിനസും കാസമിറോയും മേസൺ മൗണ്ടും ഒക്കെ ലെങ്തി പീരീഡ് ആയിട്ട് പുറത്തിരിക്കുകയാണ്. അങ്ങനെ ഇഞ്ചുറി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി ആയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ എറിക് ടെൻ ഹാഗിൻ്റെ ക്രിട്ടിക്സ് പറയുന്ന ഒരു കാര്യം, ഇങ്ങനെയൊക്കെ പരിക്കുണ്ടെങ്കിലും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ടീം തന്നെ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുണ്ട്. അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് എന്നാണ്. ഏതായാലും ടെൻ ഹാഗ് തന്നെ യുണൈറ്റഡിൽ തുടരുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകളൊക്കെ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.